തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല മുരിങ്ങ ക്ലസ്റ്റർ പരിശീലനം നടത്തി. കുടുംബശ്രീ സംസ്ഥാന മിഷൻ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയാണ് മുരിങ്ങ ക്ലസ്റ്റർ. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 6 CDSലെയും സംഘ കൃഷി ഗ്രൂപ്പുകളിൽ നിന്നുള്ള 1000 കുടുംബശ്രീ വനിതകളാണ് മുരിങ്ങ കൃഷി ചെയ്യുവാനൊരുങ്ങുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ മുരിങ്ങ കൃഷി ചെയ്ത് സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതുവഴി കുടുംബശ്രീ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനം. അതുപോലെ തന്നെയാണ് നമ്മുടെ ചക്ക. നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്, പക്ഷേ നമ്മളാരും അത് ഉപയോഗിക്കാറില്ല. ആദ്യത്തെ ഇടിച്ചക്കത്തിന് വേണ്ടി ആദ്യം ഉണ്ടാവുന്ന സമയത്ത് താല്പര്യമുണ്ടാവും. അത് കഴിഞ്ഞ് ചക്ക 2-3 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ചക്ക അവിടെ നീച്ച് ആർത്ത് കൊതുകൊക്കെ വളർത്തി നമ്മുടെ വീട്ടിൽ തന്നെ വീട് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ഇത് രണ്ടും നമുക്ക് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി നമുക്ക് വലിയ വിപണന സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മക്കളൊക്കെ ബോംബെയിലോ കൽക്കത്തയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ഇടിച്ചക്ക പരുവത്തിൽ ചക്ക പരുവത്തിൽ ആവുന്നതിന് മുമ്പുള്ള ചക്ക അവരെ മരുന്നൊക്കെ തെളിച്ച് പഴുപ്പിച്ച് അവിടെ കൊണ്ടുപോയി നമ്മുടെ മക്കൾ വാങ്ങിയിരിക്കും. നമ്മുടെ വീട്ടിൽ വന്ന ഈ സാധനം ആർക്കും ആവശ്യമില്ല. നമ്മുടെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ധാരാളമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തിയുള്ള ചക്കയും മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങയും കോവക്കായും ഒക്കെ നമുക്ക് നാട്ടില് ധാരാളം ഉണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ തന്നെ നമ്മൾ മാങ്ങി അതൊന്നും അഴിക്കില്ല. അത് നമ്മൾ അതോടെ കിടന്നുകൊണ്ട് അതിന്റെ കയ്യിൽ വെള്ളമാവും. കടയിൽ പോയിട്ട് പാക്കറ്റ് വാങ്ങിയിട്ട് അത് ചേർത്തിട്ട് എന്തൊക്കെ പൊടിയാണ് നമുക്ക് അതൊക്കെ അരച്ച് നമുക്ക് കഴിക്കുക. CDS ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ഗീതാ നാരായണൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AK ലത, സൗഭാഗ്യവതി, N യശോദ തുടങ്ങിയവർ സംസാരിച്ചു. മുരിങ്ങ കൃഷി പരിശീലനത്തെക്കുറിച്ച് ബ്ലോക്ക് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫീസർ ജോസഫ് തേറാട്ടിൽ ക്ലാസ് എടുത്തു. മുരിങ്ങ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംഭരണം, വിപണനം എന്നിവയെക്കുറിച്ച് ഒല്ലൂക്കര ബ്ലോക്ക് സംരംഭക അംബിക സോമൻ വിശദീകരിച്ചു. പഴയന്നൂർ ബ്ലോക്കിലെ ഫാം ലിവിംഗ്ഹുഡ് കോർഡിനേറ്റർ KV ഉമൈവ, വിവിധ CDSലെ CRPമാർ, JLG അംഗങ്ങൾ, ശ്രുതി പ്രിയങ്ക തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 90,000 രൂപ കൊടുക്കണം. 2017 അപ്പോൾ ഈ 90,000 രൂപ കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെന്ന് ഈ മുരിങ്ങയുടെ ഇലകളൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് അതിന് മാത്രം ഓർഡർ കിട്ടണം, എന്നാലേ ചെയ്യുള്ളൂ. ഞങ്ങൾ അവിടെയുള്ള 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങൾ ചെന്നപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് 4.5 കോടി രൂപയ്ക്കുള്ള ഓർഡർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞുള്ളതാണ്. ആൾക്കാർ വന്ന് ഓർഡർ ചെയ്തു അവരുടെ രാജ്യം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മുരിങ്ങയിലേക്ക് ഇത്രയേറെ ആളുകൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുണ്ട് എന്നത്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, നമുക്ക് കേരളത്തിലെ അന്ന് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ സാറാണ്. സാറും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ആള് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെ വീട്ടിലും മുരിങ്ങയുണ്ട്, ഇഷ്ടംപോലെ മുരിങ്ങ നമുക്ക് തരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് മുരിങ്ങ എടുക്കണമെന്ന് വെച്ചു. ഞങ്ങൾ എല്ലാം മുരിങ്ങ എടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. CC ന്യൂസ്, പഴയന്നൂർ.